ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, നിങ്ങളുടെ പേഴ്സൺ യഥാർത്ഥത്തിൽ നിങ്ങളെ സ്നേഹിച്ചിരുന്നോ, അല്ലെങ്കിൽ ആ ഒരു സ്നേഹം ഇപ്പോഴും ഉണ്ടോ, എന്താണ് അവരുടെ നിങ്ങളോടുള്ള അപ്രോച്ച് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ടൊരു കാര്യം പറയട്ടെ. ഇപ്പോൾ കമൻസിൽ 2-3 ദിവസമായിട്ട് ചിലവർ ചോദിക്കുന്നത് ഞാൻ കണ്ടു, നിങ്ങളുടെ പേഴ്സണ് ബ്ലാക്ക് മാജിക്ക് അങ്ങനെയുള്ളൊരു സംഭവങ്ങൾ വന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ അത് മാറ്റാൻ പറ്റുമോ, അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, അതിനെപ്പറ്റി വീഡിയോ ചെയ്യുമോ എന്നുള്ളതൊക്കെ ചോദിക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെപ്പറ്റിയുള്ളൊരു വീഡിയോ നേരത്തെ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഏകദേശം 1 മാസം മുൻപ് അങ്ങനെയുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചാനലിനകത്ത് ആ ഒരു വീഡിയോസിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ, ആ 1 മന്ത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണുന്നതാണ്. നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള സബ്ജക്റ്റ് തന്നെയാണ് ബ്ലാക്ക് മാജിക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ എപ്പോൾ കാണുന്നോ അപ്പോൾ മുതൽ ഇത് വാലിഡ് ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന ആ ഒരു എനർജീസ്, സിറ്റുവേഷൻസ്, കാര്യങ്ങളെല്ലാം നിങ്ങളുമായിട്ട് റെസണേറ്റ് ചെയ്യുന്നതല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഫോഴ്സ്ഫുള്ളി റെസണേറ്റ് ചെയ്യിപ്പിക്കാതിരിക്കുക, കണ്ടിട്ട് വിട്ട് കളഞ്ഞേക്കുക. നിങ്ങളുമായിട്ട് റെസണേറ്റ് ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയിട്ട് മാത്രം എടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വളരെ ആവേശത്തോടു കൂടി കടന്നു വന്നിട്ടുള്ളൊരു വ്യക്തിയാണ്. അതായത് തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളെക്കാൾ കൂടുതലായിട്ട് മുൻകൈ എടുത്ത് ഇത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരുങ്ങിയ വ്യക്തി നിങ്ങളുടെ പേഴ്സണാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലാന്നുണ്ടെങ്കിൽ പണം, ഇതിനെല്ലാം ധാരാളം പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. കാരണം ചിലപ്പോൾ ആ ഒരു മനുഷ്യരുടെ ബന്ധങ്ങളെക്കാൾ കൂടുതലായിട്ട് സുഖ സൗകര്യങ്ങൾക്കോ അല്ലാന്നുണ്ടെങ്കിൽ പണത്തിനോ ഒക്കെ ആയിരിക്കും ഈ ഒരു പേഴ്സൻ്റെ ഒരു ഫസ്റ്റ് പ്രിഫറൻസ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, എല്ലാ കാര്യങ്ങളിലും ഒരു ആരംഭശൂരത മാത്രമുള്ള വ്യക്തിയാണ്. അതായത് ഏതെങ്കിലും, ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മാത്രമല്ല, ഏത് കാര്യത്തിലാണെന്നുണ്ടെങ്കിലും സ്റ്റാർട്ടിങ്ങിൽ ഭയങ്കര ഒരു ഫോഴ്സാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു ആവേശമുണ്ട്. പിന്നീട് അത് തണുത്ത് ചിലപ്പോൾ അത് പാതിക്ക് വെച്ചിട്ടിട്ട് പോവാം. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഈ ഒരു പേഴ്സൻ്റെ ക്യാരക്ടർ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ചിലപ്പോൾ ഈ ഒരു വ്യക്തി ആവേശം കാണിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ടാവാം, ലൈഫ് ലോങ് കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടാവാം. അപ്പോൾ ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ നല്ല രീതിയിൽ ചിന്തിച്ചിട്ടുണ്ടാവും, ഇത് മുന്നോട്ട് പോകുമോ, ഇത് പോയാൽ ശരിയാവോ എന്നെല്ലാം ഒരു കൺഫ്യൂസ്ഡ് മൈൻഡ് നിങ്ങൾക്കുണ്ടായിട്ടുണ്ടാവാം. പക്ഷേ ഈ ഒരു വ്യക്തി അത്രത്തോളം നല്ല രീതിയിൽ നിങ്ങൾക്കൊരു അഷുറൻസ് തന്ന് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങളെ വലിച്ചിട്ടതാവാനാണ് ഇവിടെ ഒരു സാധ്യത നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ പിന്നീട് പോകെ ഈ ഒരു വ്യക്തിക്ക് റിലേഷൻഷിപ്പിലുള്ള ആവേശം കുറഞ്ഞു പോവുകയും നിങ്ങൾ ചിലപ്പോൾ ഫുൾ ഫോമിലോട്ട് വരികയും ചെയ്തിട്ടുണ്ടാവാം. അതായത് ആദ്യകാലങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവർ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ വിളിക്കുകയൊക്കെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രത്തോളം ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും തോന്നിയിട്ടുണ്ടാവില്ല, നിങ്ങളത് വലിയ സംഭവമായിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ നിങ്ങളെപ്പോഴാണ് ഇതിനകത്ത് നിങ്ങളുടെ ഫുൾ 100% ഇടാനായിട്ട് തുടങ്ങിയത്, അല്ലെങ്കിൽ ഇതൊരു സീരിയസ് റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വന്ന് തുടങ്ങിയപ്പോൾ ഈ ഒരു പേഴ്സൺ നേരെ താഴേക്ക് പോയി. അതായത് ഒരിക്കലും നിങ്ങളുടെ എനർജീസ് തമ്മിൽ മാച്ചായിട്ട് ഇരുന്നിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളത്, ഉറങ്ങിക്കിടക്കുന്നവനെ വിളിച്ച് ഊണില്ല എന്ന് പറയില്ലേ, അതുപോലെയാണ്. അതായത് നിങ്ങൾ നിങ്ങളുടെ പ്രാരാബ്ദങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ കഷ്ടപ്പാടുകളും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കരിയറും ഒക്കെ ആയിട്ട് നിങ്ങളൊരു ഭാഗത്തുകൂടി പോയിട്ടുണ്ടാവും. ആ ഒരു സമയത്താണ് ഇവർ വലിയ പ്രതീക്ഷകളും ആശ്വാസമൊക്കെ നൽകി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നത്. അപ്പോൾ നിങ്ങളതിലൊന്ന് സന്തോഷിക്കാൻ തുടങ്ങിയപ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയെ വിശ്വസിച്ച് ഇതെന്നും ഉണ്ടാവുമെന്ന് കരുതി നിങ്ങൾ മുന്നോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ ഇവർ പതിയെ ഇതിൽ നിന്ന് മാറിക്കളഞ്ഞു. സത്യം പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് ഇതിനകത്ത് വന്നിരിക്കുന്ന ആ ഒരു എലോൺനെസ് കാർഡ് പോലെയാണ്. നിങ്ങളുടെ ചുറ്റിനും ആരൊക്കെ ഉണ്ടെങ്കിലും, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടാവാം, ഫ്രണ്ട്സ് സർക്കിൾ ഉണ്ടാവാം, എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. അതായത് നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾക്കൊന്നും ഷെയർ ചെയ്യാനായിട്ട് ആളില്ല, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയും ഇപ്പോൾ നിങ്ങളുടെ ചുറ്റും ഇല്ല. തീർത്തും ഒരു ഐസൊലേറ്റഡ് ആയിട്ടല്ലാന്നുണ്ടെങ്കിൽ ഒറ്റപ്പെട്ടൊരവസ്ഥയിലാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് ഈ ഒരു പേഴ്സൺ നിങ്ങളെ സ്നേഹിച്ചിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്നേഹത്തേക്കാൾ ഉപരിയായിട്ട് അവിടെ ഒരു തരം ആവേശമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് നിങ്ങളെ നേടിയെടുക്കുക എന്നുള്ളത് ഈ ഒരു വ്യക്തിയുടെ ഒരാവശ്യമായിരുന്നു, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ആവേശമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവരുടെ സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ അടുത്ത ഫ്രണ്ട്സിനോടോ ഒക്കെ അവർ സംസാരിച്ചിട്ടുണ്ടാവും, നിങ്ങളെക്കുറിച്ച് നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ വന്നത് അവരുടെ ഒരു ഭാഗ്യമാണെന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചിട്ടുണ്ടാവും. കാരണം അവർക്ക് അത്രത്തോളം ഒരു
ആവേശത്തിലാണ് അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നു കയറിയതും അതുപോലെ തന്നെ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതും. അപ്പോൾ അവിടെ സ്നേഹത്തിനേക്കാൾ ഉപരിയായിട്ട് എന്തോ ഒരു വേണ്ടപ്പെട്ട സാധനം നേടിയെടുത്തു എന്നുള്ളൊരു ഭാവമാണ് അവർക്കുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഒരുതരം ആരംഭശൂരതയാണ് ഇവർക്ക് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ളത്. പിന്നീട് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഫുൾ ടൈം ഓണായി, അല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഫുള്ളി ഇൻവോൾവ് ആയി കഴിഞ്ഞപ്പോൾ ഇനി നിങ്ങൾ ഇവരെ വിട്ട് എവിടെയും പോവില്ല, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഫുള്ളി സറണ്ടേർഡ് ആയി എന്ന് മനസ്സിലാക്കി നിങ്ങളുടെ ആ ഒരു പോസിറ്റീവ് നെഗറ്റീവ്, നിങ്ങളുടെ ആ ഒരു സ്ട്രെങ്ത് വീക്ക്നെസ് എല്ലാം മനസ്സിലാക്കിയ ശേഷം ഈ ഒരു പേഴ്സൺ പതിയെ ഇതിൽ നിന്നുള്ള അവരുടെ ആ ഒരു ആവേശം കുറഞ്ഞു പോയതായിട്ടാണ് നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളോടുള്ളൊരു സ്നേഹം പോലും ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഒരു ആഗ്രഹത്തിന്, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു സെൽഫ് ഡിസയർ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത് നേടിയെടുക്കുന്നതിനാണ് അവർക്ക് നിങ്ങളോട് ആ ഒരു സ്നേഹം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയുടെ ഭാവമാറ്റം, അല്ലാന്നുണ്ടെങ്കിൽ പഴയതുപോലെ പെരുമാറാതിരിക്കുക, നിങ്ങളെ അവോയ്ഡ് ചെയ്യുക, പഴയ പരിഗണന തരാതിരിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഹേർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടാവും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളെ വളരെയധികം തകർത്ത് കളഞ്ഞതായിട്ട് ഇവിടെ മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടാണെന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് സസ്റ്റെയിൻ ചെയ്ത് നിലനിർത്തുന്നതിനായിട്ട് വല്ലാതെ പ്രയത്നിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഭൂരിഭാഗം പേഴ്സൺസിനെ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്റ്റിൽ തന്നെയാണ്. കുറച്ച് പേർക്ക് മാത്രം അത് ലെസ് കോണ്ടാക്റ്റോ അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ഹായ് ബൈ അയക്കാനുള്ള ആ ഒരു ഫ്രീഡം ഇപ്പോഴും നിലനിന്ന് പോകുന്നുണ്ടാവാം. പക്ഷേ ഇവർ നിങ്ങളെ കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളൊരവസ്ഥയിലൂടെ ആയിരിക്കണം നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്കൊരു ഒറ്റപ്പെട്ടൊരവസ്ഥയാണ് നിങ്ങൾക്കുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളെല്ലാം തുറന്ന് പറയാനോ അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യാനോ പറ്റിയ ആൾക്കാർ നിങ്ങൾക്കില്ല. പക്ഷേ ഇവിടെ എടുത്തു പറയത്തക്ക ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എന്തോരം സഫർ ചെയ്തോ, ആ ഒരു എക്സോഷൻ കാർഡ് വന്നതുപോലെ ഇത് നിലനിർത്താൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ജീവിതം കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. അത്രത്തോളം നിങ്ങൾ ഇതിനകത്ത് എഫേർട്ട് ഇട്ടിട്ടുണ്ട് ഈ ഒരു പേഴ്സണെ ഇതിനകത്ത് തന്നെ പിടിച്ചു നിർത്താൻ, അല്ലാന്നുണ്ടെങ്കിൽ ഇവർ പോകാതിരിക്കാനല്ല നിങ്ങളുടെ മാക്സിമം നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ഇവരുടെ കാല് പിടിച്ച് കാണും, അല്ലാന്നുണ്ടെങ്കിൽ പോകരുതെന്ന് അപേക്ഷിച്ചിട്ടുണ്ടാവും. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും മുഴുവൻ എഫേർട്ടും എടുത്ത് നിങ്ങൾ തളർന്നു പോയി, നിങ്ങൾക്കിത് ഷെയർ ചെയ്യാൻ ആരുമില്ല എങ്കിലും ഇപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന ആ ഒരു ഇൻറ്റൻസിറ്റി പോലെ ആ ഒരു തീവ്രത വന്നിട്ടുണ്ട്. ഏത് ഇരുട്ടിൽ നിന്നും ഒരു സൺറൈസിലേക്ക് വരാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് പേർക്കും ഇവിടെ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് കാർഡ് പോലെ നിങ്ങൾ പല കാര്യങ്ങളും മനസ്സിലാക്കി വരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ആവുന്ന കേജിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് കിടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചിലപ്പോൾ ഇത്രയും നാളും നിങ്ങളുടെ ഫുൾ കോൺസെൻട്രേഷനും അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും, നിങ്ങളുടെ മറ്റുള്ള റെസ്പോൺസിബിലിറ്റീസ് എല്ലാം മാറ്റി വെച്ച് ഇത് തന്നെയായിരിക്കും നിങ്ങൾ രാവും പകലും ചിന്തിച്ചിട്ടുണ്ടാവുക. ഈ വ്യക്തി എന്ത് ചെയ്യുന്നു, ഈ വ്യക്തി തേർഡ് പാർട്ടിയുടെ കൂടെയാണോ, അവർ ഓൺലൈനിൽ വന്നു പോകുന്നുണ്ടോ, ഇതൊക്കെ നിങ്ങളിങ്ങനെ ഇവരെ തന്നെ ചകഞ്ഞ് നോക്കിയിരിക്കുന്നുണ്ടാവാം. അങ്ങനെ നിങ്ങളുടെ ഒരു എനർജി പോയിട്ടുണ്ടാവാം. പക്ഷേ ഇപ്പോൾ ആ ഒരു ഡ്രെയിൻഡ് ഔട്ട് ചെയ്ത എനർജി എല്ലാം നിങ്ങൾ തിരിച്ചു പിടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് എന്താണ്, അല്ലെങ്കിൽ ഇവരില്ലെങ്കിലും എനിക്ക് ജീവിക്കാൻ പറ്റും, എനിക്കിത് കാണിച്ചു കൊടുക്കണം എന്നുള്ള ആ ഒരു വാശി നിങ്ങൾക്കുള്ളതായിട്ട് നമുക്കിവിടെ പറയാനായിട്ട് സാധിക്കും. അതുപോലെ ഇവർക്ക് വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് ആ ഒരു മെച്യൂരിറ്റി കാർഡ് പോലെയാണ്. അതായത് നേരത്തെ ഇമോഷൻസിന് വലിയ വില കൽപ്പിക്കാതെ ഞാൻ പറഞ്ഞല്ലോ, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് കൂടുതൽ വില കൊടുക്കുന്നത്, അല്ലെങ്കിൽ അതിനാണ് അവർക്ക് താല്പര്യം കൂടുതലുള്ളത്. പക്ഷേ ആ ഒരു പേഴ്സണ് ജീവിതാനുഭവങ്ങളിലൂടെ കുറച്ച് നല്ല രീതിയിലുള്ള മാറ്റം വരുന്നതായിട്ട് കാണുന്നുണ്ട്, അല്ലെങ്കിൽ കുറേ ആൾക്കാർക്കെങ്കിലും അങ്ങനെ മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ആ ഒരു പക്വത കൈവന്നിരിക്കുന്നു, അല്ലാന്നുണ്ടെങ്കിൽ ജീവിതം എന്താണ് എന്ന് മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഒരു മാറ്റം ഞാൻ പറഞ്ഞു ഓൾറെഡി. ആദ്യമേ ഇവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ വളരെ ഡീപ്പായിട്ട് പോയപ്പോൾ ഒരിക്കലും ഇവരില്ലാതെ നിങ്ങൾ ജീവിക്കില്ല, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അത് പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, ഞാൻ ഫുള്ളി സറണ്ടേർഡ് ആണ് എന്നുള്ളത് രീതിയിൽ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഈ ഒരു മാറ്റം നിങ്ങളുടെ പേഴ്സണെ നല്ല രീതിയിൽ അമ്പരപ്പിക്കുന്നുണ്ട്, അവർക്കൊരു ഭയം തോന്നുന്നുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു പ്രത്യേകത പറയുകയാണെന്നുണ്ടെങ്കിൽ എത്രയൊക്കെ അകന്നു പോയാലും വീണ്ടും മാഗ്നറ്റ് പോലെ വന്ന് കൂടിച്ചേരുന്ന ഒരു റിലേഷൻഷിപ്പാണിത്. കാരണം എവിടെ കറങ്ങിത്തിരിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും വരും. അങ്ങനെ വീണ്ടും വന്ന് നിങ്ങൾ പോകാം എന്ന് വിചാരിച്ച് മോൺ ചെയ്ത് പോയാലും നിങ്ങൾക്കും അതിന് സാധിക്കില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ കമൻസിൽ ചിലരെങ്കിലും പറഞ്ഞേക്കാം, ഇല്ല എനിക്ക് വന്നാലും ഇനി വേണ്ട എന്നുള്ളത്. പക്ഷേ എങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ഇതിൽ വന്നിരിക്കുന്ന നിങ്ങൾ രണ്ട് പേരുടെയും എനർജീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര വേണ്ടെന്ന് വെച്ചിട്ട് പോയാലും തിരിച്ച് ഇതിനകത്തേക്ക് തന്നെ വരും. നമ്മൾ ഈ പൂച്ചക്കുട്ടീനെ കൊണ്ട് കളയുന്ന പോലെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യം. അതുപോലെ തന്നെ നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയ ശേഷം, അല്ലാന്നുണ്ടെങ്കിൽ
ആ ഒരു കമ്മ്യൂണിക്കേഷൻ കുറച്ച് കുറഞ്ഞ ശേഷം അല്ലെങ്കിൽ ഇവരുടെ ഒരു അവോയ്ഡിങ് ഒക്കെ തുടങ്ങി നിങ്ങളൊന്ന് കരകയറി വരുന്നൊരു സമയമാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ പുതിയതായിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ വന്ന് ചേർന്നിട്ടുണ്ട്. ഒന്നില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വഴിയിലൂടെ ഒരു ധനം സമ്പാദിക്കാനുള്ള മാർഗ്ഗമായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പുതിയ ജോബായിരിക്കാം. ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ ആഗ്രഹിച്ചിരുന്ന ഒരു ജോലിയോ അങ്ങനെ എന്തോ ഒരു പുതിയ ഒരു റിഫ്രഷ്മെൻ്റ് ആയിട്ടുള്ള എന്തോ ഒരു സംഭവം നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിനകത്ത് പല രീതിയിലുള്ള ഒരു പേജസിൻ്റെ സാന്നിധ്യം നമുക്കിവിടെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ പുതിയതായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് വീണ്ടും ഒന്ന് തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും പഴയതുപോലെ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് കിട്ടിയെങ്കിലോ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഈ ഒരു മാറ്റം നിങ്ങൾ തന്നെ ചിലപ്പോൾ സ്റ്റാറ്റസ് ഇടുകയോ അല്ലാന്നുണ്ടെങ്കിൽ പണ്ട് കരഞ്ഞും പിഴിഞ്ഞ് സ്റ്റാറ്റസ് ഇട്ടിരുന്നത് നിങ്ങളിപ്പോൾ കുറച്ചും കൂടി സ്മാർട്ടായിട്ട് നിങ്ങളുടേതായിട്ടുള്ള വഴി തിരഞ്ഞെടുത്തു എന്നുള്ള രീതിയിലോ അല്ലാന്നുണ്ടെങ്കിൽ ഇവരെ ഓർക്കുന്ന രീതിയിലോ തന്നെ നിങ്ങൾ പെരുമാറുന്നുണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ മുഖേനയായിരിക്കാം നിങ്ങൾക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങളെല്ലാം ഇവരറിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യം ഇവരെ നല്ല രീതിക്ക് അസ്വസ്ഥമാക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങളുടെ മാറ്റത്തിൽ അവർക്കൊരു ഭയം പോലും ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു കറൻറ്റ് സിറ്റുവേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ഏതൊക്കെയോ കാര്യങ്ങളിൽ ഫുള്ളി ഇൻവോൾവ് ആണ്. അല്ലാന്നുണ്ടെങ്കിൽ അവരുടേതായിട്ട് കാര്യങ്ങൾ തന്നെ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, അവർക്ക് ആ ഒരു ഇമോഷൻസിനേക്കാളും പ്രാധാന്യം കൊടുക്കുന്നത് അവർ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നേടാൻ വേണ്ടി തന്നെ ഇവർ നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു ലോകത്താണ് അവരുള്ളത്. പക്ഷേ എങ്കിലും പലപ്പോഴും ഈ ഒരു പേഴ്സണ് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു അവസരത്തിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് നിങ്ങളുടേതായിട്ടുള്ള ഒരു തോട്ട് ഇവർക്ക് കയറി വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവർ കുറച്ച് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തികളായതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു മാറ്റം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയതായിട്ട് വന്നു ചേർന്നിരിക്കുന്ന നേട്ടങ്ങളെല്ലാം ഇവരെ കുറച്ചൊന്ന് അസൂയപ്പെടുത്തുന്നുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ഭയപ്പെടുന്നുണ്ട്. അതായത് അവരെക്കാളും ഉയർന്നൊരു ലെവലിലേക്ക് നിങ്ങൾ പോയാലോ എന്നുള്ളൊരു ചിന്ത ഈ ഒരു പേഴ്സണ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വാല്യൂ കൊടുക്കാതെ ചിലപ്പോൾ നിങ്ങൾ അവരുടെ പുറകെ നടന്നിരുന്ന സമയത്ത് നമ്മുടെ പുറകെ ഒരാൾ സ്ഥിരം നടക്കുന്നു, നമ്മൾ എപ്പോൾ ചെന്ന് കഴിഞ്ഞാലും മിണ്ടാനായിട്ട് ആൾ അവൈലബിൾ ആണ്, ആ ഒരു രീതിയിലൊക്കെ ആകുമ്പോൾ നമുക്ക് അവിടെ യാതൊരു വിലയും കിട്ടാത്തൊരവസ്ഥയായിരിക്കും. അപ്പോൾ അങ്ങനെ ഇരുന്ന ഒരാൾ ഇപ്പോൾ സ്വന്തമായിട്ടുള്ള വഴി തേടി മുന്നോട്ട് പോകുന്നു എന്നുള്ള കാര്യമാണ് അവരെ കുറച്ച് അസ്വസ്ഥം ആക്കുന്നത്. അപ്പോൾ ഇവിടെ അവർക്ക് മാത്രമല്ല, തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇവരെ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ശരിക്കും പറഞ്ഞൊരു ഫാമിലി പോലെയാണ് ഇവരെ കണ്ടിട്ടുള്ളത്. നിങ്ങളിപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, ആ ഒരു രീതിയിൽ കുട്ടികളൊക്കെ ആയിട്ട് അങ്ങനെയുള്ളൊരു ലൈഫ്. അതല്ലാത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ഒരു ഫാമിലി, നിങ്ങൾ രണ്ടുപേരും ഒന്നാണ് എന്നുള്ളൊരു രീതിയിലാണ് നിങ്ങളുടെ മനസ്സിൽ കണ്ടിട്ടുള്ളത്. ഇപ്പോഴും നിങ്ങൾക്ക് ആ ഒരു സ്നേഹമല്ലേ ഇവരോടുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു വാശി നിങ്ങൾക്ക് വന്നിട്ടുണ്ട്, എനിക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കണം എന്നുള്ളൊരു വാശി. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ ആ ഒരു മിസ്സിങ് ഫീൽ അല്ലാന്നുണ്ടെങ്കിൽ പലപ്പോഴും ഇവരെ നിങ്ങൾ ഓർക്കുന്നുണ്ട്. ഇവരില്ലാത്തതിൽ നിങ്ങൾക്ക് നഷ്ടബോധം കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ നിങ്ങളത് ഉള്ളിൽ തന്നെ വെച്ചിരിക്കുകയാണ്, ആരെ അറിയിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവർ നല്ല രീതിക്ക് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ നിങ്ങളോട് വന്ന് മിണ്ടണം അല്ലെങ്കിൽ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഇവർ തുറന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കാരണം അതിലവരുടെ ഈഗോ ഹേർട്ട് ചെയ്താലോ എന്ന് വിചാരിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ അങ്ങോട്ട് ചെന്ന് മിണ്ടട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് വീണ്ടും പഴയതുപോലെ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് പിന്നെ അവിടെ താഴ്ന്നു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾ തന്നെയാണ് ചെല്ലുന്നത്. അപ്പോൾ അവർ നിങ്ങളോട് ആ ഒരു സ്നേഹത്തിൽ പെരുമാറിയാൽ മതി. അപ്പോൾ ആ ഒരു രീതിയിൽ ഇവർ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ അങ്ങോട്ട് വന്ന് മിണ്ടട്ടെ എന്നുള്ളൊരു തോട്ട് ഇവർക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഓടിച്ചെന്ന് ആ പേഴ്സണോട് മിണ്ടാനല്ല ഞാൻ പറയുന്നത്, ഇവിടെ നമുക്ക് കാണുന്ന ആ ഒരു ഫീലിങ്സാണ് പറയുന്നത്. ഇനി ചിലപ്പോൾ നിങ്ങൾ അങ്ങോട്ട് പോയി മിണ്ടാൻ ശ്രമിച്ചാൽ പോലും ഇവർ ചിലപ്പോൾ വലിയ ജാടായിട്ടിരിക്കും. കാരണം നിങ്ങൾ അവരുടെ അടുത്തേക്ക് വന്ന് കിട്ടിയല്ലോ എന്നുള്ള ഒരു ഇതിലാണ്. പക്ഷേ ഇവിടെ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണ് നല്ല രീതിക്ക് നിങ്ങളെ മിസ്സായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ഇപ്പോൾ നിങ്ങളോട് സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞു, പണ്ടാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ നിങ്ങൾ ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നത് അവരുടെ ഒരു അഭിമാനം, അല്ലാന്നുണ്ടെങ്കിൽ അവർക്കൊരു പോസിറ്റിവിറ്റി കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു നിങ്ങൾ. അപ്പോൾ ആ ഒരു സന്തോഷത്തിൻ്റെ പേരിലാണ് അവർക്ക് നിങ്ങളോട് ആ ഒരു ഇഷ്ടം തോന്നിയത്. അവർക്കൊരു അഭിമാനം പോലെയാണ് അവർ നിങ്ങളെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ വീണ്ടും വേറൊരു നിലയിലെത്തി, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി ബോൾഡായി എന്ന് കാണുമ്പോൾ വീണ്ടും ആ ഒരു അറ്റാച്ച്മെൻറ്റ് തന്നെയാണ് ഇവർക്ക് നിങ്ങളോട് വരുന്നത്. നിങ്ങൾ അപ്പോഴാണ് ഇവർക്ക് കൈവിട്ട് പോകുമോ എന്നുള്ളൊരു പേടി വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൻ്റെയും എനർജീസ് സിറ്റുവേഷൻസ് എല്ലാം ഇത്തരത്തിലുള്ളതാണെന്നുണ്ടെങ്കിൽ ഒട്ടും താമസിയാതെ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് കോൺടാക്റ്റ് തരും. ചിലരെങ്കിലും ചിലപ്പോൾ ഹായ് ബൈ ഒക്കെ ഇട്ടൊരു കോൺടാക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ലെസ് കോൺടാക്റ്റിലാണെന്നുണ്ടെങ്കിൽ ഈയിടെയായിട്ട് കൂടുതൽ മിണ്ടാനായിട്ട് വരുന്നുണ്ടാവും. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവരുടെ ആ ഒരു ഈഗോ ഉണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും ഇവർ വീണ്ടും നിങ്ങളുടെ അടുത്തൊരു കമ്മ്യൂണിക്കേഷന് വരും എന്നുള്ളത് തന്നെയാണ്. കാരണം അങ്ങനെ വന്നേ പറ്റൂ. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ ആ ഒരു സൈക്കിളിൽ ഈ ഒരു പേഴ്സൺ ഉള്ളതാണ്, അവരുടെ സൈക്കിളിൽ നിങ്ങളും ഉണ്ട്.
അപ്പോൾ എപ്പോഴാണെന്നുണ്ടെങ്കിലും മുറിഞ്ഞു പോയാലും അത് കട്ട് ഓഫ് ആയി പോയാലും വീണ്ടും വന്ന് നിങ്ങൾ ഒരുമിക്കുന്ന ഒരു തരത്തിലുള്ള എനർജീസാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെയും എനർജീസ് അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷൻസ് ഒക്കെ ഇത്തരത്തിലാണോ എന്നുള്ളത് പറയാം. അതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് എന്തെങ്കിലും ഒരു മാറ്റം പുതിയതായിട്ട് വന്നിട്ടുണ്ടോ, ഒരു പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് സംഭവിച്ചിട്ടുണ്ടോ. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ സ്റ്റേറ്റസ് ഒക്കെ നോക്കാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചിലപ്പോൾ നോക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ഒരു സൂചന നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടോ? ഇവർക്ക് നിങ്ങളോട് ഒരു അറ്റാച്ച്മെൻറ്റ് വരുന്നുണ്ട്, വീണ്ടും കോൺടാക്റ്റ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്, ചിലവർക്കൊരു കോൺടാക്റ്റും കിട്ടിയിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇത്തരത്തിലുള്ളതാണെങ്കിൽ ഇവിടെ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ സെൽഫ് വാല്യൂ ഒരിക്കലും കളയാതിരിക്കുക എന്നുള്ളതാണ്. കാരണം ഈ ഒരു പേഴ്സൺ വീണ്ടും വരും. ആ ഒരു സൺ കാർഡാണ് നമുക്കിവിടെ ലാസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും കോൺടാക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് പഴയതുപോലെ വീണ്ടും വരും. പക്ഷേ നമ്മളിവിടെ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവരുടെ എനർജി ഭയങ്കര പാഷനേറ്റാണ്. ആ ഒരു ആവേശം വീണ്ടും പലപ്പോഴും കുറഞ്ഞു പോകുന്നതായിട്ട് കാണാം. അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കൊരു മൂല്യം ഉണ്ടാവണമെങ്കിൽ നിങ്ങൾക്കൊരു നല്ല നിലനിൽപ്പ് വേണം. അതായത് നിങ്ങൾ ഇനിയും ഇവരിലേക്ക് സറണ്ടേർഡ് ആയി പോകരുതെന്നുള്ളതാണ്. ഇവർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ പോലും എപ്പോഴും ഒരു ഡിസ്റ്റൻസ് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അതായത് തീർച്ചയായിട്ടും ഈ ഒരു സെപ്പറേഷൻ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു അവോയ്ഡിങ്ങിൽ നിന്നെല്ലാം നിങ്ങളൊരു ലെസൺ പഠിക്കേണ്ടതാണ്. അത് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ ലൈഫിൽ സംഭവിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടായിട്ടുള്ള ആ ഒരു അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് വേണം ഇനി നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട്. അതുകൊണ്ടാണ് ഈ ഒരു പേഴ്സൺ വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് വന്നാലും നിങ്ങൾ പഴയതുപോലെ ആയാലും നമ്മൾ ഫുള്ളി അതിനകത്ത് സറണ്ടേർഡ് ആവാതിരിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് നാളെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാലും നിലനിൽപ്പുണ്ടാവൂ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ സിറ്റുവേഷൻസും അതുപോലെ തന്നെ എനർജീസ് എല്ലാം വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ഇതിനകത്ത് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിൽ മാറ്റം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളിപ്പോൾ ഓവർകം ചെയ്തിട്ടുണ്ട് എന്നുള്ളതെല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാൻ സാധിക്കും ഇവിടെ വന്നിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടേതാണോ, നിങ്ങളുമായിട്ട് അതിനകത്ത് റെസനേഷൻ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ക്ലൂസ് എടുക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.